ഇന്നത്തെ വീഡിയോ വെള്ളിമൂങ്ങകളെ കുറിച്ചാണ്. വെള്ളിമൂങ്ങകൾ ഒരു വന്യജീവിയാണ്. വളർത്തു പക്ഷിയോ നാട്ടുപക്ഷിയോ അല്ല. എന്നാൽ വനനശീകരണം മൂലം വലിയ പൊത്തുകളുള്ള മരങ്ങൾ ഇല്ലാതായതോടെ ഇവ നഗരങ്ങളിൽ വരെ ചേക്കേറാൻ തുടങ്ങി. അമ്പരചുംബികളായ ഫ്ളാറ്റുകളിലെ ഇടുങ്ങിയ മൂലകളിലും ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളിലും ഇപ്പോൾ ഇവയെ കാണാം. വെള്ളിമൂങ്ങയെ കണ്ടാലും വളർത്തിയാലും വലിയ ഭാഗ്യാനുഭവങ്ങളും വൻ സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഇന്നുണ്ട്. ദുർമന്ത്രവാദത്തിൽ കാര്യസാധ്യത്തിനായി നടത്തുന്ന ഹോമങ്ങളിൽ വെള്ളിമൂങ്ങയുടെ ചിറകും തൂവലും രക്തവും മാംസവും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉപയോഗിച്ചു വരുന്നുമുണ്ട്. വന്യജീവി കള്ളക്കടത്തിലെ പ്രധാന ഇനമാണ് വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങകൾക്ക് വന്നു താമസിക്കുന്നതിനായി 18-19 നൂറ്റാണ്ടുകളിൽ ഉണ്ടാക്കിയ വിദേശത്തെ കെട്ടിടങ്ങളിൽ പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. ഇതിനെ ഔൾ ഹോൾ എന്ന് വിളിച്ചിരുന്നു. ഇന്ത്യൻ കെട്ടുകഥകളിൽ വെള്ളിമൂങ്ങയ്ക്ക് വലിയ സ്ഥാനവുമുണ്ട്. വിചിത്രമായ കഥകളുമുണ്ട്. ധനദേവതയായ മഹാലക്ഷ്മിക്ക് 3 വാഹനങ്ങളുണ്ട്. ഒന്നാമതായി ഗജലക്ഷ്മി, ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന മഹാലക്ഷ്മി. ഭരണാധികാരികൾ, പോലീസ് മേധാവികൾ, നികുതി പിരിവുകാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കന്മാർ എന്നിവരിലാണ് ഗജലക്ഷ്മി വസിക്കുന്നതത്രേ. ഇവർ അധികാരം കൊണ്ട് സമ്പന്നരാകും. അധികാര പ്രയോഗത്തിലൂടെ ഇവർ സമ്പത്ത് കുന്നുകൂട്ടും. രണ്ടാമതായി ഹംസലക്ഷ്മി, അരയന്നത്തിന്റെ പുറത്തു സഞ്ചരിക്കുന്ന ലക്ഷ്മി. ഗായകർ, വിദ്യാഭ്യാസ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപന ഉടമകൾ, സംഗീതജ്ഞന്മാർ, അഭിനേതാക്കൾ, നൃത്തക്കാർ, മതപ്രഭാഷകർ, പുരോഹിതന്മാർ, വസ്ത്ര സ്വർണ പുസ്തക വ്യാപാരികൾ തുടങ്ങിയവർ ഹംസലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ സമ്പന്നരായി മാറുന്നു. പൊതുജനത്തെ സന്തോഷിപ്പിച്ച് ഇവർ സമ്പന്നരാകുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമതായി കൂമലക്ഷ്മി, വെള്ളിമൂങ്ങയുടെ പുറത്ത് രാത്രികാലത്ത് സഞ്ചരിക്കുന്നു. കള്ളക്കടത്തുകാർ, മദ്യ മയക്കുമരുന്ന് വ്യാപാരികൾ, പെൺവാണിഭ സംഘങ്ങൾ, ചൂതാട്ടക്കാർ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ധനം സമ്പാദിക്കുന്നവർ എന്നിവരിൽ മൂങ്ങാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ടെന്ന് വിശ്വസിച്ചു പോരുന്നു. ഈ കഥയാണ് വെള്ളിമൂങ്ങയെ രഹസ്യമായി വളർത്താനും മറ്റും ധനമോഹികളെ പ്രേരിപ്പിക്കുന്നത്. മന്ത്രവാദ ഗ്രന്ഥങ്ങളിൽ വെള്ളിമൂങ്ങയെ ഉപയോഗിച്ച് ചെയ്യാവുന്ന നിരവധി മന്ത്രപ്രയോഗങ്ങൾ തന്നെയുണ്ട്. വെള്ളിമൂങ്ങയുടെ തൂവൽ വാഹനത്തിൽ സൂക്ഷിച്ചാൽ അപകടമുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവർ ധാരാളമാണ്. ലോട്ടറി, ഷെയർ മാർക്കറ്റ്, കമ്മോഡിറ്റി മാർക്കറ്റ്, സിനിമ എന്നീ ഊഹക്കച്ചവട രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും വെള്ളിമൂങ്ങയിൽ ആകൃഷ്ടരാണ്. വെള്ളിമൂങ്ങ വ്യാപാരികളും അവരുടെ ഇന്റർനെറ്റ് സൈറ്റുകളും ഇന്ന് ഒരുപാടാണ്. വെള്ളിയിൽ തീർത്ത വെള്ളിമൂങ്ങയുടെ കവചങ്ങൾ ധരിച്ചാൽ ഭാഗ്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരും ധാരാളമാണ്. വെള്ളിമൂങ്ങയുടെ ലോക്കറ്റുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. പൊതുജനത്തിന്റെ ധനമോഹത്തെ ചൂഷണം ചെയ്ത് ഇവർ സമ്പന്നരാകുന്നു. പലപ്പോഴും വെള്ളിമൂങ്ങയെ സംഘടിപ്പിച്ചു തരാം എന്നു പറഞ്ഞ് അഡ്വാൻസ് വാങ്ങി മുങ്ങുകയാണ് മൂങ്ങ കച്ചവടക്കാരുടെ രീതി. ഇത്തരത്തിൽ ധനനഷ്ടം വന്നവരും ധാരാളമാണ്. എന്നാൽ ഇതിലൊന്നും ഒരു ശാസ്ത്രീയ സത്യവും ഇല്ലെന്നു മനസ്സിലാക്കിയാൽ ധനനഷ്ടവും മാനഹാനിയും നിയമപ്രശ്നങ്ങളും ഒഴിവാക്കാം. ഇന്ത്യയിൽ വനം വന്യജീവി നിയമപ്രകാരം സംരക്ഷിത പട്ടികയിൽപ്പെട്ട പക്ഷിയാണ് വെള്ളിമൂങ്ങ. ഇതിനെ വളർത്തുന്നതും കൊല്ലുന്നതും അവശിഷ്ടങ്ങൾ കൈവശം വയ്ക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാണ്. കൃത്യവും ബുദ്ധിപരവുമായ കഠിനാധ്വാനത്തിലൂടെയാണ് സമ്പത്തുണ്ടാകുന്നത്. എളുപ്പവഴിയിൽ സമ്പന്നരായവർ പലരും അതുപോലെ ദരിദ്രരുമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലതാണ്. വെള്ളിമൂങ്ങയിലുണ്ടെന്ന് പറയുന്ന ദിവ്യത്വം മനുഷ്യന്റെ ഭാവന സൃഷ്ടിയാണ്. മാംസബുക്കായ ഈ പക്ഷിയുടെ ഭയപ്പെടുത്തുന്ന ശബ്ദവും പതുങ്ങിയിരുന്ന് ഇര തേടുന്ന കൗശലവും വിചിത്രമായ ഭയപ്പെടുത്തുന്ന സൗന്ദര്യവും ഒക്കെയാവാം വെള്ളിമൂങ്ങയ്ക്ക് ദിവ്യത്വ പരിവേഷം നൽകുന്നത്. വെള്ളിമൂങ്ങയിൽ ആകൃഷ്ടരായി ധനനഷ്ടവും മാനഹാനിയും നിയമപ്രശ്നങ്ങളും വരുത്തുന്നത് ഒഴിവാക്കുക. വെള്ളാരം കണ്ണുകളുള്ള വെള്ളിമൂങ്ങയ്ക്ക് വംശനാശം വരുത്താതെ സൂക്ഷിക്കുക. വരും തലമുറകളും ഇവയെ കണ്ട് ആസ്വദിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.